ഹലോ ആസ്പിറൻസ്, വെൽക്കം ബാക്ക് ടു ലിവിങ് ഏപ്രിൽ. അപ്പോൾ PSC പ്രിലിം സീരീസിൻ്റെ പാർട്ട് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിവിഷൻ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. മീൻസ് ഒരു കാര്യം പഠിക്കുന്നു, നമ്മൾ ചവറ് പോലെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് അത് റിവൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊരു എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു സ്ട്രഗിൾ തന്നെയാണ് അല്ലേ? അപ്പോൾ ഇന്ന് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. എങ്ങനെ റിവൈസ് ചെയ്തെടുക്കാം, റിവിഷൻ എങ്ങനെ സിമ്പിളാക്കിയെടുക്കാം, എങ്ങനെ എൻജോയബിൾ ആക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ആക്റ്റീവ് ലേണിംഗ് എന്താണെന്നും, വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ സ്റ്റോറി മെത്തേഡ് എന്താണെന്നും, പിന്നെ എങ്ങനെ ഫോക്കസ് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ആക്റ്റീവ് ലേണിങ്ങും പാസീവ് ലേണിങ്ങും എന്താണെന്ന് നോക്കാം. ഒരു ബുക്ക് എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പേജ് തുറന്ന് വായിച്ചു, ഇമ്പോർട്ടൻ്റൊക്കെ മാർക്ക് ചെയ്തു, അണ്ടർലൈൻ ചെയ്തു, എല്ലാം ചെയ്തു. ഇത് ഓൾമോസ്റ്റ്ലി പാസീവ് ലേണിംഗ് ആണ്. നമ്മൾ പിന്നെ അടുത്ത പേജിലേക്ക് പോകുന്നു. ഇത് പാസീവ് ലേണിംഗ് ആണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇൻഫർമേഷൻ സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ ആക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. ആക്റ്റീവ് ലേണിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ടോപ്പിക്ക് വായിച്ചതിന് ശേഷം ബുക്ക് അടച്ചു വെച്ചിട്ട് നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. എക്സാമിന് എന്തായിരിക്കും ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, എന്തായിരിക്കും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ എന്നുള്ളതൊന്ന് ആക്റ്റീവായിട്ട് റീകോൾ ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ പഠിച്ച കാര്യം വീണ്ടും വീണ്ടും പഠിച്ചത് കൊണ്ട് റിവിഷൻ ആവുന്നില്ല. നമ്മൾ പഠിച്ച കാര്യം നമ്മൾ തനിയെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അതാണ് ശരിക്കുമുള്ള റിവിഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ സ്റ്റോറി മെത്തേഡ്. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു പിക്ചറൈസ് ആയിട്ട് പഠിക്കുവാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കും. ഒരു കഥ പോലെ പഠിക്കുക. PSCയിൽ ഇഷ്ടം പോലെ ഫാക്ട്സ് ഉണ്ടാവും അല്ലേ? നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ആ ഒരവസ്ഥയിലായിരിക്കും. പിന്നെ നമുക്ക് ഈ ഫാക്ട്സൊക്കെ കുറേ ഉള്ളത് കാരണം പഠിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. കുറേ പേരുകളും കുറേ സസ്യങ്ങളുടെ പേരും പിന്നെ കുറേ അസുഖങ്ങളുടെ പേരും പിന്നെ കുറേ സ്ഥലങ്ങളും പിന്നെ അവിടെ ഉണ്ടാകുന്ന വ്യവസായങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും പഠിക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കഥ പോലെ പഠിക്കുക. നമ്മളെങ്ങനെയാണ് കുട്ടിക്കാലത്തൊക്കെ കഥ കേട്ടിരിക്കുന്നത് അതുപോലെ രസകരമായിട്ട് നമ്മൾ പഠിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു സ്ഥലത്ത് അവരുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്താണ്, അവിടുത്തെ ആനിമൽസ്, പ്ലാന്റ്സ്, അവിടുത്തെ സ്പെഷ്യാലിറ്റി, ഒരു കഥ പോലെ പഠിക്കുക. അതായത് അവിടെ ഇപ്പോൾ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടുത്തെ ഒരു ആനിമല്, അവിടുത്തെ വന്യജീവി സങ്കേതത്തിലുള്ളൊരു ആനിമല്, അവിടെ കാണപ്പെടുന്ന പൂവ് അല്ലെങ്കിൽ അവിടെ സംരക്ഷിക്കപ്പെടുന്ന പൂവ്, അപ്പോൾ ഇന്ന ആനിമല് ആ പൂവിനെ കഴിച്ചു, ആ പൂവിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഒരു പാട്ട് പോലെയൊക്കെ പഠിക്കുവാണെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ആ മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എൻവയോൺമെൻറ്റ് ശരിക്കും മാറ്റർ ചെയ്യുന്നൊരു കാര്യമാണ്. അത് നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ സോഷ്യൽ മീഡിയ നോക്കാതിരിക്കുക. പിന്നെ മോർണിംഗ് പേഴ്സണൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമല്ലോ, ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുഖമൊക്കെ കഴുകി ഒരു തണുത്ത വെള്ളത്തിൽ മുഖമൊക്കെ കഴുകി ഒരു ലൈറ്റ് വാമപ്പൊക്കെ എടുത്തു കഴിഞ്ഞ് കോഫി കുടിക്കുക. കോഫി കുടിക്കുമ്പോൾ നമുക്ക് കഫീനകത്തോട്ട് പോകുമ്പോൾ നമ്മൾക്കൊരു ഫ്രഷ്നെസ് കിട്ടും. മധുരം ഇട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഉറക്കം വരാനുള്ള ചാൻസ് കൂടുതലാണ്. മധുരം ഇടാതെ കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ ലോങ് സ്റ്റഡി സെഷൻ ഫോഴ്സ് ചെയ്ത് പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ മറ്റുള്ള യൂട്യൂബേഴ്സ് കാണുന്നത് പോലെ 7 hours 8 hours കാണുന്നത് പോലെ നമ്മൾ അതുപോലെ തന്നെ ആദ്യത്തെ ദിവസം കോപ്പി അടിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം തുടക്കത്തിലെ അത്രയും വലിയ സെഷൻ കാണുമ്പോൾ തന്നെ നമുക്കൊരു മടുപ്പായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ സെഷനായിട്ട് ബ്രേക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, പോമഡോറോ ടെക്നിക്ക് വളരെ നല്ലൊരു ടെക്നിക്കാണത്. അതായത് ഇപ്പോൾ 30 മിനിറ്റാണ് പഠിക്കുന്നതെങ്കിൽ ആദ്യത്തെ 15 മിനിറ്റ് നമുക്ക് പഠിക്കാം, പിന്നെ ഒരു 5 മിനിറ്റ് ബ്രേക്ക്, അങ്ങനെ ഒരു 5 മിനിറ്റ് നമ്മൾ ബ്രേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിനിന് ഒരു റെസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെയാണ് പഠിക്കുന്നത്, ഇത് കൊള്ളാം എന്നുള്ള രീതിയിൽ. അപ്പം ചെറിയ സമയങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് അത് കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. സ്ലോ പ്രോസസ്സ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഒരു ബ്ലോക്കായിട്ട് നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ശരിയായിക്കോളും. ഇത് റിവിഷൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓരോ കാര്യം പഠിക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റായിട്ടും റിവൈസ് ചെയ്യാൻ നോക്കുക. ഒരു ടോപ്പിക്ക് നമുക്ക് പാടായിട്ട് തോന്നി, ആ ടോപ്പിക്ക് മൊത്തം അടിച്ചു വാരി പഠിക്കേണ്ട. ആ ടോപ്പിക്കിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ എന്തൊക്കെയാണ് ചോദിച്ചേക്കണം എന്നുള്ളതൊന്ന് ഗൂഗിൾ ചെയ്യുക. ഗൂഗിൾ ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടും, അത് നമ്മൾ പഠിക്കുക. അത് മാത്രം പഠിച്ചാൽ മതി.
ബാക്കിയൊക്കെ നമ്മൾ പഠിച്ചാൽ ഫ്ലോയിൽ വരുമ്പോൾ നമ്മൾ ബാക്കി കണക്ഷൻ കിട്ടി നമ്മൾ പഠിച്ചോളും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെത്തേഡ് വെച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.